ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ചുണ്ടയ്ക്ക. നമ്മുടെ നാട്ടിൽ ചുണ്ടയ്ക്ക എന്നാണ് പറയുന്നത്. പക്ഷേ തോരൻ വയ്ക്കാൻ ബെസ്റ്റാണ് കേട്ടോ. തോരൻ എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറിച്ചില്ലേ, ഈ ഒരു ഇത് കണ്ടോ, ഇതിങ്ങനെ പറിച്ച് നമ്മളിങ്ങനെ ഞെരടി ഇതിനകത്തൊരു അല്ലിയുണ്ട്. ഈ അല്ലി കളഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ തോരൻ വെച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് തോരൻ വയ്ക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇതിൽ കമൻ്റ് ഇടണം. സൂപ്പറെന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് പോകണം. നിൽക്കുന്നുണ്ടോ, ഒരു രക്ഷയില്ലാതെയാണ് നിൽക്കുന്നത്. ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിതാ ഇതിനിടയ്ക്ക് പറിച്ച് തോരൻ വെച്ച് ഇന്ന് പറിക്കണം. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല മുറ്റിയിരിക്കുകയാണ്. നല്ല മുറ്റിയിരിക്കണമെന്ന് പറയുമ്പം മുറ്റിയ കായ കണ്ടോ. മുറ്റിയ കായ എന്ന് പറയുമ്പം ഞാൻ ഇപ്പം ഇവിടെ ആദ്യം ഫസ്റ്റ് ഒന്ന് കാണിച്ച് ആ കായ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, മുറ്റിയ കായും ഇളം കായും കണ്ടോ. മുറ്റിയ കായ എന്ന് പറയുന്നത് കുഴപ്പമില്ല. ഇത് നോക്കിയാണ് അതിൻ്റെ ആ അല്ലിയുടെ ഇത് കണ്ടോ, കയ്യിൽ വന്നിരിക്കുന്നുണ്ടോ. തോരൻ വയ്ക്കാനെന്ന് പറഞ്ഞാൽ തോരൻ വയ്ക്കാൻ സൂപ്പറാണെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ വളർത്തിയെടുത്ത്, വീട്ടിലല്ല ഈ പുരയിടങ്ങളിൽ നിൽക്കുന്ന ഇതായാലും നമുക്കിങ്ങനെ പറിച്ച് തോരൻ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി ഇത് നമ്മൾ പറിച്ച് കുറച്ച് നിന്നത് ഉണങ്ങിപ്പോയതാണ് കണ്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല കണ്ടോ, നമ്മുടെ ഈ കത്രിക്ക വഴുതനങ്ങ പോലെയല്ല. വഴുതനങ്ങയുടെ ഇല ശാലോടെ നീട്ടാൻ കാണും, കത്രിയുടെയൊക്കെ ഇല പോലെയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും വീടുകളിൽ പൊടിച്ച് വരുമ്പം ഇത് കത്രിക്കയും കാര്യങ്ങളെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ കത്രിയൊന്നുമല്ല, ഇതാണ് ചുണ്ടൻ എന്ന് പറയും, ചുണ്ടയ്ക്ക എന്ന് പറയും. ഇതിൽ ഇടയ്ക്ക് ചിലതിൽ മുള്ളുണ്ട്, പക്ഷേ ഇതിൽ മുള്ളില്ല കേട്ടോ. ഇതിൽ മുള്ളില്ല. അതായത് കണ്ടോ, ഇത് നിറച്ചൊരു പുരയിടത്തിരിക്കുന്നതാണ്. ഇഷ്ടംമാതിരി ഇപ്പോൾ ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂവുണ്ടോ, വെള്ള കളറാണ് പൂവുണ്ടോ, വെള്ള കളറാണ്. അതിൻ്റെ താഴെ നിൽപ്പുണ്ട്. ഇഷ്ടംമാതിരി പിഞ്ചും ചെറുതുമായിട്ട് നിൽപ്പുണ്ട്. ഇത് ഒരുപാട് മുറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോരൻ വയ്ക്കാനൊന്നും ഒരു കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മിക്കല്ലുണ്ടല്ലോ, വീട്ടിൽ അമ്മിക്കല്ല്, അതിലോട്ട് പറിച്ചുകൊണ്ട് വെച്ചിട്ട് കറക്റ്റ് നമ്മളത് ഇങ്ങനെ പറിച്ചുകൊണ്ട് വെച്ചിട്ട് അതിൽ ആ കുഴവെടുത്ത് പൊട്ടിക്കുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് പൊട്ടി മാറുമ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ ഇതിൻ്റെ അരി അങ്ങ് മാറി നമ്മളെ വെള്ളത്തിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിയിൽ തോരൻ വെച്ച് വയ്ക്കണം. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പിടിക്കണമെന്ന് വെച്ചാൽ ഇറുങ്ങ് പോലെയാണ് പിടിക്കുന്നത്. ഇത് കണ്ടോ, അതിൻ്റെ തൊട്ട് താഴെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ്ടോ, ഓരോ കൊലയിലേക്ക് നോക്കുന്നത് ഇറുങ്ങ് പോലെ പിടിക്കുന്നത്, ഇറുങ്ങ് പോലെ ഒരു രക്ഷയില്ലാതെ പിടിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടാൽ പോലും ഇതുണ്ടോ ഇങ്ങനെ പിടിക്കില്ല. ഇതാണ് ചുണ്ടനെന്നും പറയും, ചുണ്ടയ്ക്ക എന്നും പറയും. പലയിടത്തും പല പേരാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇതാണ്ടോ ചുണ്ടയ്ക്കയാണ്. പക്ഷേ തോരൻ വയ്ക്കാൻ എല്ലാം സൂപ്പറാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യണമല്ല. ഇതൊക്കെ വിളയിൽ നിന്ന് പൊടിച്ച് കയറി വന്ന് ചെയ്യണേന് ഇത് കണ്ടോ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതല്ലേ, നമ്മൾ കൃഷിയൊന്നും ചെയ്യാതെ ഇങ്ങനെ വിളയിൽ നിന്നൊക്കെ പൊടിച്ച് വരണം. നല്ല വിറ്റാമിൻ ഗുണങ്ങളുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ചുണ്ടയ്ക്ക. അങ്ങനെ പിന്നെ വേറെ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ റെയറായിട്ട് കൂടുതലൊക്കെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്തിച്ചക്ക, അത് മുള്ളാത്തി എന്ന് പറയും. പിന്നെ അതുപോലെ മുന്തിരി അങ്ങനെ ഒരുപാടൊക്കെ റെയറായിട്ട് നമുക്ക് കൃഷി ചെയ്യാതെ തന്നെ ഇവിടെ ഈ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടെന്ന് പറയുന്നത് പാറക്കെട്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷ്ടം മാതിരി പിടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പപ്പായ എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ്. അങ്ങനെ ഒരുപാട് ഇതെന്ന് പറയുന്നത് ഇത് റെയറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇളം പിഞ്ചാണ്. മുറ്റിയത് നിൽപ്പുണ്ട്. കണ്ടോ, രണ്ടും വ്യത്യാസം കണ്ടോ. അതിൻ്റെ അരിയാണ് എൻ്റെ കൈ കാണുന്നത്. ഇതുപോലെ നമ്മൾ ഇതിനെ ഇങ്ങനെ പറിച്ചിട്ട് ഇതുപോലെ കൊണ്ടിട്ട് ഇതുപോലെ തല്ലിയെടുക്കുമ്പോൾ ഇത് 2 പീസാവും. കണ്ടോ, 2 പീസായി നമ്മൾ ഇതിനെ കഴുകി വൃത്തിയാക്കി തോരൻ വയ്ക്കുമ്പോൾ തോരൻ വെച്ച് കഴിച്ചു നോക്കൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഓൾ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യൂ. ഒരുപാട് വീഡിയോസ്, നല്ല നാച്ചുറലായിട്ടുള്ള വീഡിയോസ് കിടപ്പുണ്ട്. എല്ലാവരും കയറി കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ ദയവ് ചെയ്ത് പരസ്യമൊക്കെ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിൽ നിന്നൊക്കെ ഒരു പോയിൻ്റൊക്കെ നമുക്ക് $, വരും പരസ്യം സ്കിപ്പ് ചെയ്യാതെ കാണുമ്പം. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് പോയിട്ട് ഫുള്ള് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്ത് കളയരുത്. എല്ലാവരും ഫുള്ള് വാച്ച് ചെയ്യുക. നമ്മളെ മൊബൈലിലൊക്കെ എടുത്ത് കുഞ്ഞു വീഡിയോകൾ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ജീവിതത്തിൽ ഏത് കാര്യവും നമുക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാക്കുള്ളൂ. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇത് കണ്ടോ, ഒരു ജീവി ഇരിക്കുന്നുണ്ടോ, നോക്കണം, ഒരു ജീവി
പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടുതലും കാട്ടിലാണ് വരുന്നത്. ചെറിയ മുള്ള് ടൈപ്പൊക്കെ ഉണ്ട്. നമ്മൾ കാട്ടിലൊക്കെ പോയി പറിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ വിളയിൽ വീടുകളിലൊന്നും അങ്ങനെ ആരും നടുവില്ല. ഇവിടെയൊന്നും അങ്ങനെ ആരും നടില്ല. ഇത് കൂടുതലും വിളകളിലൊക്കെ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ പറിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറിക്കുമ്പോൾ ഇത് ഒരുപാട് ഈ കച്ചട പുല്ലെല്ലാം പൊടിച്ച് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെന്ന് അനക്കിയൊക്കെ ഇട്ട് വേണം പറിക്കുക. അല്ലെങ്കിൽ ഇഴജന്തുക്കളൊക്കെ ഇഷ്ടംപോലെ മാതിരി കാണും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതാണ് ചുണ്ട. ഞാൻ മുന്നേ ഇതിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചുണ്ട എന്ന് പറഞ്ഞാൽ തോരൻ വയ്ക്കാൻ ബെസ്റ്റാണ്. പിന്നെ പറിച്ച് നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ഇതിനകത്തുള്ള ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ കാണുമ്പോൾ ഇതിനകത്തൊരു അരിയുണ്ട്. അരിയെല്ലാം കഴുകി വൃത്തിയാക്കി തോരൻ വയ്ക്കും പോലെ വച്ച് നോക്കിയാണ് സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. വേറെ ഒരു ഇതുമില്ല, സൂപ്പറായിട്ട് കഴിക്കാം. ഇത് കണ്ടോ, നല്ല രീതിയിൽ ഞങ്ങൾ പറിച്ച് കഴിക്കും, കറി വെച്ച് തോരൻ വെച്ച് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ കൂടുതലും വീഡിയോ ഇടുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അതായത് കണ്ടല്ലോ നിറച്ച് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കൃഷി ചെയ്താൽ പോലും ഇങ്ങനെ വരുന്നില്ല, പക്ഷേ ഇത് നിറച്ച് പിടിച്ചിട്ടുണ്ട്. ഇതാണ്ടോ ഇഷ്ടം മാതിരി. മുറ്റിയതും ഇത് ഒരു സൈസ് മുറ്റിയതാണ്. അതുപോലെ ഇത് ഇടത്തരം പിഞ്ചാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അടുത്ത് വന്നിപ്പോണ്ട് പൂ. അതായത് ഉണ്ടോ, ഇത് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വിളയാണ്. വിളയിലായതുകൊണ്ടാണ് ഇത് ഇത്രയും. വേറെ എന്ന് പറയുന്നത് വേറെ വളമോ വേറെ ഒരു കാര്യവുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് ഇല്ലാതാക്കി കളയാതെ, നമ്മളെ വെട്ടി നശിപ്പിച്ച് കളയാതെ ഇതിനെയൊക്കെ കിട്ടുന്നത് തോരൻ വെച്ചൊക്കെ കഴിക്കും. സൂപ്പറാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ നാച്ചുറലായിട്ടുള്ള കാഴ്ചയാണ് ഇത് മൊത്തവും, അല്ലാതെ നമുക്കിപ്പോൾ കൃഷി ചെയ്യുന്നതല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ സപ്പോർട്ടാണ് പ്രധാനം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.